എങ്ങനെ വേണമെങ്കിൽ തിന്നാ മതി. മല്ലു പറഞ്ഞ കേട്ടില്ലേ, നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞത്. ഒരുമാതിരി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി വായിലോട്ട് വെച്ച് തരാം. എടാ അനി, നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്നല്ലേ വണ്ടി ഇവിടെ കിടക്കല്ലേ. അതവിടെ ഇട്ട് പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ലടാ. എന്താ, എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. നിന്നെ കൂട്ടി കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതിലിയാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയമാ. വിട്ടോ, ആരും കാണണ്ട, ഞാനും ടൗണിലേക്കാ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. മല്ലു കൊണ്ടാ ചീത്ത പറയും. ഇറങ്ങിക്ക. പ്ലീസ് അങ്ങനെ പറയല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഒരു അത്യാവശ്യം നടക്കില്ല മോളെ. വെറുതെ എന്റെ അത്യാവശ്യം നിലയിലാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിക്ക. പ്ലീസ് അയ്യോ, വണ്ടി എടുക്ക്. അവൾ എന്നെ അന്വേഷിച്ചു വരിക. വേഗം പ്ലീസ്. വണ്ടിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. വണ്ടി എടുക്ക്, തലമുണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. അങ്ങനെ മര്യാദക്ക് പറ, അല്ലാതെ ഒരുമാതിരി പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കല്ലേ. കേട്ടന്ന് എല്ലാം കറക്ക് കമ്പനികളാണല്ലോ. എന്തോ പൂവല്ലോ ദീദി. ഏയ്, ഞാനെങ്ങും കണ്ടില്ല. ഇവിടെ എന്താ ടോളുണ്ടോ? ഹലോ, എന്താ? എന്തിനാ ഈ ചരക്ക് ഞാൻ എത്തിച്ചോളാം. അത് ശരിയാവില്ല. ഞങ്ങളൊന്ന് ലൈഫ് പ്ലാൻ ചെയ്യട്ടെ. എന്റെ ലൈഫിന്റെ പ്ലാൻ പോകും. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. എന്താ കാണിക്കണേ? ഞാൻ വെളുത്തില്ലേടി. ഞാൻ പറയട്ടെ. ഹിറ്റ്ലർ മാതാവ് കുട്ടി കുടിച്ചോടി. പേടിച്ചിട്ടൊന്നുമില്ല, ഞാനൊന്നും ചെയ്യാറില്ല. നീയും ചെയ്യണം കേട്ടോ. എന്താടാ ഇവിടെ? വേണ്ടെന്ന് പലതവണ പറഞ്ഞ. ഇത്രയും വലിയ കമ്പി കഷ്ണം കാണിച്ച് പേടിപ്പിച്ചു. സത്യമായിട്ടും പേടിച്ചിട്ടാ. എന്താ നിനക്കെന്താ വട്ട് പിടിച്ചോ? എത്ര നേരമാണ് മാർക്കറ്റ് കാത്തിരിക്കുന്നേ? നീ ഇവിടെ നിന്ന് വട്ട് കളിക്കാ? അല്ല, ഞാൻ അത് പിന്നെ ഈ മൊത്തത്തിൽ പാടം പൂത്ത് വെക്കുന്ന കണ്ടപ്പം ഈ തന്നത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പം ഈ ചൂടാണല്ലോ, അതുകൊണ്ടാ. ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ ചൂട് മാറിയിട്ട് ബൈക്കുമായിട്ട് കടയിലേക്കല്ലേ? ശരി. എന്താ? അത് പറ്റില്ല. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. വേണ്ട, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. നീ നടന്നു വെക്കോ, പപ്പം വന്ന് എടുത്തോളൂ. അവന്റെ ഭാഗ്യം, ഒരു യുദ്ധൊഴിവായി. പോയോ? മനുഷ്യന്റെ ജീവൻ പോയി. അത് കുഴപ്പമില്ല, കളിയുടെ ഒരു തമാശയല്ലേ. വാ കേറ്. ശരിയാ, വേഗം പോകാം. നിന്നോടല്ല, ഇവളോട്. ഇതെവിടെ കൊണ്ടുപോകണു? നിനക്കറിയില്ല ഓടിക്കാൻ. എനിക്ക് ഓടിക്കാൻ അറിയാം. ആണോ? ഭയങ്കര ഓടപടിക്കടി. അല്ല, ഞാനത് പറഞ്ഞോണ്ട് കൊണ്ടുപോടും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി ഒന്നിറങ്ങി വാ, നാളെ പാട്ട് പാടിയിട്ടാണോടാ എരുമയെ കറക്കുന്നത്? കറക്കുന്നത് എരുമയെ അല്ലല്ലോ. പിന്നെ
ഗോമാതാവിനെ. വായി നോക്കി നിൽക്കാതെ കറക്കാൻ നോക്കടാ. ഒന്ന് കറന്നു നോക്കുന്നോ? ആരോഗ്യത്തിന് നല്ലതാ. എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി ചെയ്താ മതി. പപ്പ, നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അയ്യേ, എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അക്കരെ ഞാനേറ്റളിയാ, നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്ന് വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട. നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നുവല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുമോ? നീയും വാ. ഓ, ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രമൊഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാത്തൊന്ന് യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ടാടേ. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുന്നവരെ സമ്മതിക്കണം. ചോദിച്ചിട്ട് പോയടാ പണ്ടാറം. എനിക്കും എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്ന് ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ഈ കുപ്പി എടുത്ത് കാണിക്കും. വിഷമാണ്. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കടാ. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവറാക്കരുത്. അതെ, ഇവനിത് ഓവറാക്കും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ. ഇത് സുശീലൻ അല്ലേ? ഓ, ചളവാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി. അയ്യോ, പച്ച മലയാളം പോലൊന്നും പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. ഈടാ നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഞാൻ പറഞ്ഞു തരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ. മറ്റേ ഇതല്ലടാ, ഇതോ നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം. അത്രേ ഉള്ളൂ. എനിക്കും ഭ്രാന്താവും. അല്ല, ഇപ്പൊ തന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ആലോചന മുടക്കാൻ ആവശ്യമുള്ള എല്ലാ ഗിയറും ഉണ്ട്. ദൈവമേ, സുഗു സിംഗിനെയും വിനു സിംഗിനെയും കാത്തോണേ. മോനെ നിക്ക്, ഞാൻ പറയട്ടെ. എനിക്കറിയാം ഈ കല്യാണം കളിക്കുന്നത് അവനാ. മോനെ, അമ്മ ഇതിൽ ഇടപെടണ്ട. നല്ല സഹകരണം. പപ്പ, എനിക്കറിയണം. കാർത്തിയാണോ അവിടെ ചെന്ന് ശ്വേതയുടെ കല്യാണം നടന്ന ആത്മഹത്യ എന്ന് പറഞ്ഞത്? അയ്യോ, കാർത്തിയൊന്നുമല്ല. ഇത് 2 സിക്കാരാ, ഒരു വിനു സിംഗും ഒരു സുഗു സിംഗും. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഈ പോയവർക്ക് 2 പേർക്കും തലയില് പോയവര് സിക്കുകാരാ. ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. നിന്നെ കൊണ്ട് ഞാൻ എടാ, നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. ഇന്നേതാ ദിവസം? ശനി. ഔ, ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. എന്നെ ആരോ വിളിച്ചു. പപ്പ, എന്തോ ചങ്കൂറ്റം ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ.
അതേന്ന് കുട്ടിക്കും ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ, തമാശ എന്റെ പെങ്ങളോട് വേണ്ടാന്ന്. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. ഇനി ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാണോ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടൻ? തൊട്ടിത്തരം പറഞ്ഞോണ്ടല്ലോ ആ നാക്കിനാ പിഴുതെടുക്കും. ഇങ്ങോട്ട് വന്നേ, ഒന്ന് പറയട്ടെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാടാ, ഒറിജിനൽ ആണോന്ന് അറിയാം. ഒറിജിനൽ തന്നെയാ, ഹരീന്ദ്ര സിംഗ്. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി. ആ ദേ വരുന്നു. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കേടാ മുറിവ്? ശ്ശെ, നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ?